ഇല്ല, വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. ചില നമ്പറൊക്കെ സ്വിച്ച് ഓഫ് ആണ്. വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. ആ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്യും. എല്ലാ നമ്പറും എനിക്ക് വാട്സപ്പ് ചെയ്യും. ഞാൻ വിളിക്കാം. ആ, ശരി ശരി. ഹലോ ചേട്ടാ, ഇത് ദുബായ് പ്രിൻസിന്റെ അനിയനല്ലേ? ഹലോ, ഇത് ദുബായ് പ്രിൻസിന്റെ അനിയല്ലേ? ആണ്. പറഞ്ഞോ. ചേട്ടന് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ രാവിലെ പ്രിൻസ് മരിച്ചുപോയി. അയ്യോ, അതെന്ത് പറ്റി? അറ്റാക്ക് ആയിരുന്നു. അപ്പൊ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ആണോ? അതെന്താന്ന് വെച്ചാ നിങ്ങൾ ചെയ്. അല്ല ചേട്ടാ, നിങ്ങളുടെ സഹോദരനല്ല മരിച്ചത്? അല്ല, അവന്റെ മൂത്ത ചേട്ടനായിട്ട് പറ. അവൻ അവിടെ കിടന്നുണ്ട് സമ്പാദിച്ചതല്ല അവനാണ് നിന്നത്. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടിയയില്ല. എന്നെ വിളിക്കാൻ വേണ്ട. നിങ്ങൾ കട്ട് ചെയ്തോ. അയ്യോ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയല്ലേ? പോവാടാ, ഈ രാവിലെ എത്തിയല്ലേ ഉള്ളു. ഇറങ്ങാൻ പോലും സമയം കിടക്കല്ലേ? അറിയാ, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഗൾഫിൽ വരുന്ന ഒരു ജോലി കാണും. അതിപ്പോൾ സാധിച്ചു. എന്തായാലും ഗൾഫിലെത്തിയില്ലേ, ഇനി എന്താ പ്രശ്നം? നമുക്ക് അടിച്ചു വിളിക്കാം ഇനി. പിന്നെ ഇവിടെ റൂമിൽ നമ്മൾ മാത്രമല്ല കേട്ടാ, ഈ റൂമിൽ മൊത്തം 6 പേരുണ്ട്. ഇത് അബ്ദുള്ള ഒന്നല്ല. എന്താ പേരെന്താ? എൻ്റെ പേര് പ്രിൻസ്. നാട്ടില് എവിടാ? നാട്ടിൽ ആലപ്പുഴ കുട്ടനാട്. നല്ല സ്ഥലല്ലേ? അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ, പിന്നെ 3 സഹോദരന്മാർ. ഓക്കെ. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കണം. എൻ്റെ ചേട്ടനും എന്നെ ഭയങ്കര കാര്യമാണ്. എല്ലാം ശരിയാവും. ഹലോ, ഇത് പ്രിൻസിന്റെ ചേട്ടനാണോ? അതെ. ഇതെവിടുന്നാ? എന്റെ പൊന്ന് ചേട്ടാ, 2 ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ കിടന്നുണ്ട്. ഒന്ന് ആരെങ്കിലും ഒന്ന് പിടിച്ച് എടുക്കണ്ടേ? 2 ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ കിടന്നുണ്ട്. ഇന്നലെ പോലെ കിടന്നുണ്ട്. എന്താ പ്രശ്നം? ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. പറഞ്ഞോ. പ്രിൻസ് ഇന്നലെ രാവിലെ മരിച്ചുപോയി. എന്ത്? പ്രിൻസ് ഇന്നലെ രാവിലെ മരിച്ചുപോയി. അറ്റാക്ക് ആയിരുന്നു. അയ്യോ. ബോഡി നമുക്ക് നാട്ടിലെത്തിക്കണ്ടേ? അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. അതെ, ഈ കാര്യം പറഞ്ഞു എന്നെ വിളിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ഒരു നമ്പർ തരാം. അല്ല ചേട്ടാ, ഇത് ബോഡി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? അല്ല, നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ വിളിക്കണ്ട. ഇനി ഈ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. ഓക്കെ, ശരി. നിങ്ങൾ 2 പേരും ആരെങ്കിലും എനിക്ക് ഒരു 2 ലക്ഷം രൂപ ഒന്ന് സഹായിക്കണം. ഈ 2 ലക്ഷം രൂപ നിനക്കിപ്പം എന്ത് കാര്യത്തിൽ 2 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട്? എടാ, പൈസ കൊടുക്ക അബ്ദുള്ള. എന്റെ പൊന്ന് പ്രിൻസ്, നീ എന്ത് വർത്തമാനക്കെടുത്ത് പറയണതുണ്ട്? എടാ, നീ 5-8 വർഷം ഈ ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കിയിട്ട് നിനക്ക് സമ്പാദ്യമൊന്നും ഇല്ലേ? ഇത് എന്ത് വർത്തമാനം പറയണത്? എനിക്ക് എൻ്റെ കൂടപ്പുറപ്പുകളെ വലുത്. പിന്നെ ഞാൻ സമ്പാദിക്കുന്നത് ഞാൻ മാസാമാസം അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. എനിക്ക് അവരാണ് വലുത്. എന്താ നിന്റെ ആവശ്യം? ഇതുള്ളക, നാട്ടിൽ എൻ്റെ പേരിലാണ് അവിടെ ഒരു വീട് വെക്കുന്നത്. അനിയൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് 2 ലക്ഷം രൂപ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഇടയ്ക്കലാണ് പൈസയും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? സമ്മതം ഉണ്ടാക്കാം.
പ്രിൻസേ, നീ ഓക്കെ അല്ലേ? വാങ്ങി പറ, ഹോസ്പിറ്റലിൽ പോവാം നമുക്ക്. വേണ്ട അബ്ദുള്ളക്ക, ഇത് ഗ്യാസിൻ്റെ കാര്യം. ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാശാകും. നമുക്ക് റൂമിലേക്ക് പോവാം. ഹലോ, ആ ചേട്ടാ പ്രിൻസിൻ്റെ അനിയനല്ലേ? ആ ഹലോ, പ്രിൻസിൻ്റെ അനിയല്ലേ? പ്രിൻസിൻ്റെ അനിയനല്ലേ? ആ അതെ അതെ അതെ, പറയും. ചേട്ടാ പ്രിൻസ് ഇന്നലെ ആരും മരിച്ചു കയറും. അപ്പോൾ ഞാൻ 1-2 പേര് വിളിച്ച്, അപ്പോൾ അതിൻ്റെ ബോഡി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ, അതിനാണ് വിളിച്ചത്. ആ അറിഞ്ഞ് ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ കയ്യിലാണെങ്കിൽ അവന് വേണ്ടി മുടക്കാൻ 5 രൂപയില്ല. അവൻ്റെ ചേട്ടനെ വിളിച്ചത്, അവനോ സഹായിക്കും. അവനാണ് അവൻ്റെ കാശ് മൊത്തം. എടോ, നിങ്ങൾ കിടന്ന് ഇങ്ങനെ പരസ്പരം പറയാൻ കിടന്നുണ്ട്. നിങ്ങളുടെ കൂടപ്പുറപ്പുറം ഇവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. നിങ്ങൾ ചേട്ടനെ വിളിക്കുന്നത്, ഞാനും അവനായിട്ടൊരു ബന്ധമില്ല. എനിക്ക് 5 രൂപ ഊണ് അവനെ കൊണ്ടുണ്ടായിട്ടില്ല. അവൻ്റെ കാശ് മൊത്തം കൊണ്ടുവന്ന ചേട്ടനാണ്. അവനെ തന്നെ വിളിക്കും, എന്നെ വിളിക്കണ്ട. ഞാനായിട്ട് അവൻ്റെ ബന്ധമില്ല, ഞാൻ എന്നെ വിളിക്കാൻ വേണ്ട. ഒരു മനസ്സാട്ടിൽ നിങ്ങൾ സംസാരിക്കരുത് കേട്ടാ. നിങ്ങളുടെ കൂടപ്പുറപ്പാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. പിന്നെ നിങ്ങൾ ആരും ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം. നിങ്ങൾ വേണം, നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് അറിയാലേ. ചെയ്തോളാം, ഞങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ. ഓക്കെ, ശരി, വെച്ചിട്ട് പൊക്കോ. ശരി. എടോ, ഒരു കാര്യം തന്നെ ഓർക്കണം കേട്ടാ, ഇതേപോലത്തെ അവസ്ഥ എല്ലാവർക്കും വരും. ഇതൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോലെ നീ. ഹലോ, ആ പറഞ്ഞു. ഇനി നീ ആരെയും വിളിക്കണ്ട. നമ്മളൊരു റൂമിൽ ഒരു കുടുംബം പോലെ താമസിച്ചല്ലേ. അവൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏടാ ഭംഗിയായിട്ട്. അവൻ ആർക്കും വേണ്ടെങ്കിൽ നമുക്ക് വേണോടാ. रसूल